ഹായ് ഫ്രണ്ട്സ്, ബിന്ദുസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഒരു ചെറിയ ഉണ്ണിയപ്പമാണ് തയ്യാറാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാൻ 250 ml ഈ കപ്പിന് 2 ഗ്ലാസ് പച്ചരി കുതിർത്ത് എടുത്ത് കഴുകി വെള്ളം തോർത്തി വെച്ചിട്ടുണ്ട്. അതിനുവേണ്ടി ഞാനൊരു 300 ഗ്രാം ശർക്കര ഉരുക്കി അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു 5-6 ഏലക്ക പൊളിച്ച് വെച്ചിട്ടുണ്ട്. 3 പാളയംതോടൻ പഴം എടുത്തിട്ടുണ്ട്. പാളയംതോടൻ പഴമാണ് നമ്മളിതിൽ ചേർത്ത് കൊടുക്കുന്നത്. നമുക്കിത് ഈ അരി ഈ മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. അങ്ങനെ നമ്മുടെ ശർക്കരയും ഏലക്കായും പച്ചരിയും എല്ലാം മിക്സിയുടെ ജാറിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിതൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരട്ടെ. അങ്ങനെ അരി അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നമ്മുടെ 3 പാളയംതോടൻ പഴമാണ് ചേർക്കുന്നത്, വേറെ ഒന്നും ചേർക്കരുത്. ഈ പാളയംതോടൻ പഴം കൂടെ നമുക്ക് ഇതിനകത്തേക്ക് പൊളിച്ചിട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് നമ്മൾ ചേർക്കുന്നത് തേങ്ങ ചെറുതായിട്ട് അരിഞ്ഞ് വറുത്തതും കുറച്ച് എള്ളുമാണ്, നെയ്യിൽ വറുത്ത. അത് പിന്നീട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതുകൂടെ ചേർത്തൊന്ന് അരച്ചെടുക്കട്ടെ. അങ്ങനെ നമ്മുടെ അരി നമ്മൾ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നമുക്ക് അടച്ച് ഒരു 3-4 മണിക്കൂർ എടുത്ത് വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഉണ്ണിയപ്പം ചൂടാം. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ വറുത്തതും എള്ളും ഒരു ശകലം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. അത് നമുക്ക് കുറേ കഴിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഉണ്ണിയപ്പത്തിന് വേണ്ടി നമ്മളൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 2 സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യൊന്ന് ചൂടായി വരട്ടെ. നെയ്യൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന നാളികേരം ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ട് നമുക്കൊന്ന് ഒരു ബ്രൗൺ കളറാകുന്നത് വരെ മുരിച്ചെടുക്കാം. നമ്മുടെ തേങ്ങ നന്നായി മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് കുറച്ച് കറുത്ത എള്ള് ചേർത്ത് കൊടുക്കാം. എള്ളും കൂടെ ചേർത്ത് നമുക്കൊന്ന് ഇളക്കിയിട്ട് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുത്ത് നോക്കാം. നമ്മുടെ ഉണ്ണിയപ്പത്തിന് എടുത്ത് വെച്ചിരിക്കുന്ന മാവിലേക്ക് നമുക്കൊരു ശകലം ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ വറുത്ത് വെച്ച തേങ്ങയും എള്ളും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അങ്ങനെ നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ഉണ്ണിയപ്പച്ചട്ടി അടുപ്പിൽ വെച്ച് ഉണ്ണിയപ്പം ചുട്ടെടുക്കാം. നിങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂടിയ സബ്സ്ക്രൈബ് ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. നമ്മൾ നമ്മുടെ ഉണ്ണിയപ്പച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. നമുക്കതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. എല്ലാത്തിലും ഫുള്ളായിട്ട് നെയ്യ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണയും നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ നെയ്യും വെളിച്ചെണ്ണയും കൂടെയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. നമ്മളെല്ലാത്തിനും വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് ചൂടായി കഴിഞ്ഞിട്ട് നമുക്ക് മാവ് ഒഴിച്ച് കൊടുക്കാം. നമ്മുടെ എണ്ണ അങ്ങനെ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് നമ്മുടെ മാവ് ഒഴിച്ച് കൊടുക്കാം. സൈഡിൽ നമുക്ക് ആദ്യം ഒഴിച്ച് കൊടുക്കാം. അങ്ങനെ നമ്മൾ കുഴിയിലെല്ലാം മാവ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. മീഡിയം തീ കിടന്ന് വേകട്ടെ, അല്ലെങ്കിൽ അതിൻ്റെ ഉൾവശം വേഗത്തില്ല. നമുക്ക് നമ്മുടെ ഉണ്ണിയപ്പം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മളെല്ലാം തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട്. നമുക്കതൊന്ന് അല്പ പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം.
അങ്ങനെ നമ്മുടെ ആദ്യത്തെ സെറ്റ് നമ്മൾ കോരി എടുത്തിട്ടുണ്ട്. അടുത്തത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ഉണ്ണിയപ്പം എല്ലാം റെഡി ആയിട്ടുണ്ട്. നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ചെയ്തേക്കണേ. താങ്ക് യു.